Hello, good morning all. ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുള്ളത് ഫൗസിയ മാം ആണ്. ഫൗസിയ മാം നമ്മൾ കുറച്ച് നാളുകളായി ഇപ്പോൾ നമ്മുടെ മോർണിംഗ് സർക്കിളിൽ സ്ഥിരം പാർട്ടിസിപ്പന്റ് ആണ് മാം. ആദ്യമായിട്ടാണ് മോർണിംഗ് സർക്കിളിൽ ക്ലാസ് എടുക്കാൻ പോകുന്നത്. മാമിനെ വളരെ സന്തോഷത്തോടു കൂടി ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും വളരെ സന്തോഷത്തോടു കൂടി ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. മാം, ഫൗസിയ മാം ജോയിൻ ആയിട്ടില്ലേ? ഗുഡ് മോർണിംഗ്. മോർണിംഗ്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് മാം, കേൾക്കാം. ഗുഡ് മോർണിംഗ് ഓൾ. ഗുഡ് മോർണിംഗ്. എന്തൊക്കെ എല്ലാവരും വിശേഷം? സുഖല്ലേ? എല്ലാവരും സുഖത്തിനായി വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേര് ഫൗസിയ. ഞാനിവിടെ മലപ്പുറം. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് മാം. വീഡിയോ ഓൺ ആയിട്ടില്ലല്ലോ. വീഡിയോ ഇല്ല, ഓഡിയോ വരെ. വീഡിയോ പിന്നെ മാമിന് ഫസ്റ്റ് ടൈം കാരണം കൊണ്ടൊരു ചെറിയൊരു പ്രശ്നം ഉണ്ടെന്ന് വീഡിയോ ഓണാക്കാൻ. കുഴപ്പമില്ല, അത് ഇനി നെക്സ്റ്റ് ടൈമില് വീഡിയോ ഓണാക്കല്ലേ മാം? ഈ ഒരു ആ ഫസ്റ്റ് ക്ലാസ്സിൽ കോൺഫിഡൻസ് ചെയ്യുന്ന നെക്സ്റ്റ് ടൈമിൽ ഓണാക്കും. ആ. ഇതിൽ പരിചിത മുഖങ്ങളൊന്നും വലിയ ഇല്ല. കുറെ ആളുകളുടെ ഒപ്പം കുറച്ചായിട്ട് ഞാൻ ഇതിലിങ്ങനെ ആക്റ്റീവ് ആയതിൽ കുറെ ആളുകളെ പരിചയമുണ്ട്. പക്ഷെ ഇതിൽ അനസാറാണ് ഞാൻ പരിചയം. ഹൈഫ് അക്കാദമിയിലാണ് ഞാൻ പഠിച്ചത്. NSRDC കോഴ്സ് ചെയ്തായിരുന്നു. പിന്നെ ഇവിടെ ഞങ്ങൾ തൊട്ടടുത്ത് ഒരു കോഴ്സ് ചെയ്തിരുന്നു, ഇന്റേൺഷിപ്പ്. അങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത്, ട്രെയിനിങ്ങിന്റെ. അനസാർ ഇതിലുണ്ടോ? അനസാർ വഴിയാണ് ഇവിടെ എത്തിപ്പെട്ടത്. അനസാർ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. സാറിനെ നേരിട്ട് കണ്ടിട്ടില്ല, കാണാനുള്ളൊരു ചാൻസ് കിട്ടിയിരുന്നു. കുറെ ക്ലാസ്സിൽ കുറെ ക്ലാസ്സിൽ ഞാൻ ജോയിൻ ചെയ്തതാണ്, മറ്റേ ഹൈഫില്. കാണാൻ ഞങ്ങൾ രണ്ട് പേര് തൊട്ടടുത്ത ഹോട്ടലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ ഇതില് ഞാൻ എൻ്റെ ഒരു ഇൻട്രസ്റ്റ് പറയട്ടോ, ഇതിൽ ഒരുപാട് പേരുണ്ട് നമുക്ക് കാണാനുള്ള ഒരു ചാൻസ് ഒക്കെ ഉണ്ടാക്കി തരാം. പുറത്ത് ജോലി ചെയ്യുന്നവരും ഇവിടെ നമ്മുടെ നാട്ടിലുള്ള ഏകദേശം 1000 ആളുകളൊക്കെ ആയി തുടങ്ങിയില്ലേ. ഒരുവിധം വ്യക്തികളൊന്നും ഇവിടെ ഇല്ല. സുസ്മാമില്ലേ? സൂസൻ മാം എന്നില്ല കേട്ടോ. ആ. അതായത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എൻ്റെ വിഷയം ഇന്ന് വേർഡ്സ് അഥവാ വാക്കുകൾ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്ന സാധാരണമായ ഒരു കാര്യം നമ്മൾ ദിവസവും എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോഴും ഞാനും നമ്മുടെ മൗത്ത് ഓപ്പൺ ചെയ്താൽ നമുക്ക് സംസാരമാണ് വേണ്ടത്. ആ സംസാരം ഏത് രീതിയിലാണ്, എങ്ങനെയാണ്, എപ്പോഴാണ് എന്ന് നമുക്ക് പറയേണ്ടത് എന്നതിനെ പറ്റിയുള്ള ചെറിയൊരു ക്ലാസ്. പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നില്ല നമ്മുടെ വാക്ക് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കപ്പെടുന്നത്. അത് ഭയങ്കര ശക്തിയുള്ള ഒരു സാധനമാണ് ഈ വാക്ക് അഥവാ വേർഡ്സ് എന്ന് പറയുന്നത്. ഒരു തകർന്ന ഹൃദയത്തെ ആശ്വസിപ്പിക്കാനും നിരാശയിലായ ഒരു മനസ്സിന് പ്രത്യാശ നൽകാനും വാക്കുകൾക്ക് കഴിയും. അത് ഞാൻ നിന്നെ വിശ്വസിക്കുന്നു എന്നൊരു വാചകം ചിലപ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതം തന്നെ മാറ്റിയേക്കാം. അതുകൊണ്ടാണ് പറയുന്നത് വേർഡ്സ് ഹാവ് ദ പവർ ടു ഹീൽ. അത് ഞാൻ നിന്നെ വിശ്വസിക്കുന്നു ഒരാളോട് പറയുമ്പോൾ അവർക്ക് ആ മനസ്സിലേക്ക് നല്ലൊരു സന്തോഷം കിട്ടും, ഒരു ഹാപ്പിനെസ്. നേരെ മറിച്ച് നമ്മള് പിന്നെ അവർക്ക് മനസ്സിനെ തകർക്കുന്ന രീതിയിലാണെങ്കിൽ മനസ്സിനെ വാക്കുകൊണ്ട് തകർത്തോളം. രണ്ട് തരം വാക്കുകളുണ്ട്, നല്ല വാക്കുകളും ചീത്ത വാക്കുകളുണ്ട്. അതിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് നല്ല വാക്കുകളാണ്. അതുപോലെ തന്നെ ഒരു കഠിന വാക്ക് ഒരു നിമിഷത്തെ കോപത്തിൽ പറഞ്ഞൊരു വാചകമാണ്. ആ വർഷങ്ങളോളം മുറിവായി തീരും. ശരീരത്തിലെ മുറിവ് സുഖപ്പെടും, പക്ഷെ ഹൃദയത്തിലെ മുറിവ് ചിലപ്പോൾ ഒരിക്കലും പൂർണ്ണമായി എന്താ പിന്നെ പൂർണ്ണമായി മാറ്റാൻ കഴിയില്ല. എന്താ ശരീരത്തിലാണെങ്കിൽ നമുക്ക് ഒരു ചെറിയൊരു മുറിവോ ഇനി ഒരു അടിയോ കിട്ടിയാലോ പേടിയില്ല. ഇത്രയും കഠിന വാക്കുകളൊക്കെ നമ്മുടെ പിന്നെ മനസ്സിലേക്ക് വന്നാൽ നമുക്ക് അതിനാൽ നമ്മൾ ഒരുപാട് ടെൻഷനും തകർച്ചകളും നമ്മൾ അനുഭവിക്കും. ക്യാൻ ഹാർട്ട് ഡീപ്ലി എന്ന സത്യവും നമ്മൾ മറക്കരുത്. നമ്മുടെ ബന്ധങ്ങളൊക്കെ വാക്കുകളിലാണ്. നമ്മളോട് ഒരാൾ സംസാരിക്കുമ്പോൾ നമുക്കറിയാം അവരെങ്ങനെയാണ് അവരുടെ വാക്ക് അവർ കൈകാര്യം ചെയ്യുന്നത്, അവരെങ്ങനത്തെ ഒരാളാണ്. ഒരു വാക്കിലൂടെ ഒരു മനുഷ്യനെ തന്നെ നമുക്ക് തിരിച്ചറിയാം. ഈ വാക്കുകളെ പറ്റി 5 പോയിന്റ് ഉണ്ട്. ഞാൻ 5 പോയിന്റ്
പറഞ്ഞുതരാം. നമ്മൾ വിനിമയമായി നമ്മൾ എന്താ പറയാ ബന്ധപ്പെട്ട്. ഒന്ന്, വേർഡ്സ് ഹാവ് ദ പവർ ടു ഹീൽ. വേർഡ്സ് ക്യാൻ കംഫർട്ട് എ ബ്രോക്കൺ ഹാർട്ട് ആൻഡ് ഗീവ് ഹോപ്പ് ടു എ ടയേർഡ് സോൾ. തകർന്ന ഹൃദയത്തെ ആശ്വസിപ്പിക്കാനും ക്ഷീണിച്ച മനസ്സിന് പ്രത്യാശ നൽകാനും വാക്കുകൾക്ക് കഴിയും. അതെന്താ മനസ്സിലായോ? ഒരു മനുഷ്യന് ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ നമ്മൾ അവരോട് ചെന്നാണ് വേറെ എന്തെങ്കിലും ഒരു രീതിയിൽ നമ്മൾ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും അല്ലെങ്കിൽ കഠിനമായ ഒരു വാക്ക് പറയും. അപ്പൊ എന്തായി? അവരുടെ ഹൃദയം എന്തായി? ആരും ഇല്ല ഇതില്. അവരുടെ ഹൃദയത്തിലേക്ക് എന്താ വരിക? ഭയങ്കര വിഷമം വരും അല്ലേ? നമ്മളെ നല്ല വിഷമം വരും. നമ്മള് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ടൈമിൽ നേരെ മറിച്ച് ഒരു ആശ്വാസമാക്കണമെങ്കിൽ അത് അവർക്കൊരു മരുന്നാവും, ഒരു ചികിത്സ ആണ് ഒന്നുകിൽ ഈ വാക്ക് നമുക്ക് പറയാം. അവര് വേർഡ്സ് ഓൺ ഹാർട്ട് ഡീപ്ലി സിംഗിൾ ഹറാഷ് വേർഡ് ക്യാൻ വോണ്ട് ഡീപ്പ് ദാൻ എ ഫിസിക്കൽ ഇഞ്ചുറി. ശാരീരിക മുറിവിനേക്കാൾ ആഴത്തിൽ ഹൃദയത്തെ വേദനിപ്പിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ, ശരീരം മുറിപ്പെടുത്തണ്ട, പക്ഷെ ഈ വേദന കൊണ്ട് മുറിപ്പെടും. ശരീരം മുറിപ്പെടുത്താതെ ഈ വേദന കൊണ്ട് തന്നെ മുറിപ്പെടും. പക്ഷെ മരണം ഒരു പ്രാവശ്യമേ നമ്മളെ വേദനിപ്പിക്കുള്ളൂ. പക്ഷെ മനുഷ്യർ മരിക്കോളം നമ്മളെ വേദനിപ്പിക്കും അല്ലേ? നമ്മൾക്ക് ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും ഈ അനുഭവങ്ങളൊക്കെ. വേർഡ്സ് ബിൽഡ് ഓർ ബ്രേക്ക് റിലേഷൻഷിപ്പ് ഗ്രോത്ത് വിത്ത് കൈൻഡ് വേർഡ്സ് ആൻഡ് ബ്രേക്ക് വിത്ത് കെയർലെസ് സ്പീച്ച്. സ്നേഹമുള്ള വാക്കുകൾ ബന്ധങ്ങളെ വർദ്ധിക്കും, അശ്രദ്ധമായ വാക്കുകൾ ബന്ധങ്ങളെ തകർക്കും. ഒന്ന് സ്നേഹത്തോടെ ഒരു വാക്കോ ഒരു തലോടലോ നമുക്ക് കിട്ടിയാൽ നമ്മൾ ആ ടൈമിൽ നമുക്ക് അത്രയും സന്തോഷമുള്ള ഒരു സമയം. നേരെ മറിച്ച് ഒരു അസുഖം വന്ന് ഒരു ബുദ്ധിമുട്ടായി ആ അസുഖമോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടെൻഷനോടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ നമ്മളെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല. ആ സമയത്ത് നമുക്ക് ഹൃദയം പൊട്ടി മരിക്കുന്ന ഒരു വേദനയാണ്. എനിക്ക് എൻ്റെ ജീവിതത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു സമയത്ത് ഭയങ്കര ടെൻഷൻ അത്രയും ടെൻഷൻ അടിച്ച ഒരു 2-3 വർഷം മുന്നോട്ട് അത്രയും ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ടൈമിൽ ആ ടൈമിൽ ഞാൻ എൻ്റെ ഹസ്ബൻഡിന്റെ ബ്രദറിന്റെ വൈഫിനെ പറഞ്ഞ് എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം, എന്തൊക്കെ ഒരു അസുഖമായിട്ടൊന്നുമില്ല, ഓരോ ടെൻഷനായി. പക്ഷെ ആ ടൈമിൽ എനിക്കൊരു കോള് വന്നു. ആ കോള് വേണ്ടപ്പെട്ടവരൊരു കോളായിരുന്നു. ആ കോളിനാല് സത്യം പറയാം, ആ കോൾ ഒരു 10 മിനിറ്റ് സംസാരിച്ചതിനുള്ളിൽ ആ അസുഖം എങ്ങോട്ടേ പോയിന്നോ, ഹോസ്പിറ്റലിൽ ഒന്നും പോയില്ല, അന്ന് അസുഖം എങ്ങോട്ടേ പോയിന്ന് കേട്ടോ. അത് അത്രയും നല്ലൊരു വേണ്ടപ്പെട്ട ഒരാള് വിളിച്ചു, അവർ നല്ല സംസാരിച്ചു, കുറച്ച് ചിരിച്ചു, സന്തോഷം വന്നു. അപ്പൊ നിങ്ങൾക്കൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും, എനിക്ക് മാത്രമല്ല കേട്ടോ. ഗ്രൂപ്പിലുള്ള എല്ലാവരും ഏതൊരു മനുഷ്യനും ജീവിതത്തില് തകർന്ന ഹൃദയമൊക്കെ വന്നിട്ടുണ്ടാവും. പക്ഷെ ഇതേമാതിരി ആശ്വാസ വാക്കുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും, നൽകാൻ ആരും ഉണ്ടായിട്ടുണ്ടാവില്ല. ആ സമയത്താവും നമ്മൾ തകർന്ന് ഹൃദയം പൊട്ടി മരിക്കുക എന്ന് പറഞ്ഞില്ലേ, അതുപോലത്തെ ഒരു അവസ്ഥ നമുക്ക് വരുന്നത്. അപ്പൊ ഒരാളെ മനസ്സിൽ നമ്മൾ എന്ത് ചെയ്യുക? തകർക്കാതിരിക്കുക. ഇനി നല്ലൊരു വാക്ക് കൊടുക്കില്ല, സൈലന്റായി നിൽക്കുക, അല്ലെങ്കിൽ ഒരു പുഞ്ചിരിയെങ്കിലും കൊടുക്കുക. ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു വരികയാണ്, അപ്പൊ നമ്മൾ അവരെ കാണുമ്പോൾ ഒന്നുകിൽ അവരെ നമ്മളെ കളിയാക്കുക, അതല്ലെങ്കിൽ നമ്മൾ അവരെ എന്താ പറയാ നിരുത്സാഹപ്പെടുത്തുക, എന്തെങ്കിലും ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ മനുഷ്യൻ വേറെ ഏതോ ഒരു ലോകത്ത് ആയിരിക്കും, അങ്ങനെ വേദനാജനകമായ രീതിയിലാണ് പോയിരിക്കുക. അപ്പൊ ആ മനുഷ്യനോട് നമ്മള് അത്രയും ഡീപ്പായിട്ട് നമ്മൾ എന്തെങ്കിലും കഠിനമായ ഒരു വാക്ക് പറഞ്ഞാൽ ചിലപ്പോൾ ആ മനുഷ്യൻ ഹൃദയത്തോടു കൂടി ഹൃദയം പൊട്ടി മരിക്കാൻ സാധ്യതയുണ്ട്. ടെൻഷനായിരുന്നു, ആരെങ്കിലും മരിച്ചാൽ നമുക്ക് കേട്ടോ ടെൻഷനായിരുന്നു. അവർക്ക് അസുഖങ്ങളൊന്നുമില്ല, ബുദ്ധിമുട്ടുകളൊന്നുമില്ല, സാമ്പത്തികം പ്രശ്നമില്ല, മക്കള് പ്രശ്നമില്ല, ഒന്നുമില്ല, പക്ഷെ അവർക്ക് ടെൻഷനായിരുന്നു. അങ്ങനെയുള്ള മരണങ്ങളൊക്കെ ഒരുപാട് നമ്മൾ കേട്ടതാണ്. നമ്മളും ഈ പറയുന്ന ഞാനും എല്ലാവരും നമ്മളെ കഠിനമായ വാക്ക് ഉപയോഗിക്കാതിരിക്കുക. 4-മത്തെ വേർഡ്സ് പറഞ്ഞോ, വേർഡ്സ് റിഫ്ലക്ട് അവർ ക്യാരക്ടർ. നമ്മൾ സംസാരിക്കുന്ന രീതി നമ്മുടെ ഉള്ളിലെ സ്വഭാവം പ്രകടിപ്പിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളൊരാളോട് നമ്മൾ സംസാരിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ആളെങ്ങനെയാണ്. ചില ആളുകൾക്ക് ആളെ കണ്ടാൽ മനസ്സിലാക്കാന്ന് പറയാം, ചിലരോട് സംസാരിച്ചാലായിരിക്കും. നമ്മളെ ഏറ്റവും കൂടുതൽ സംസാരിക്കുക ഏറ്റവും കൂടുതൽ നമ്മൾ ക്യാഷുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും നമ്മൾ സംസാരിക്കുക അല്ലെ. ആരെങ്കിലും ക്യാഷ് കടം വാങ്ങിയാൽ തിരിച്ചു ചോദിക്കാൻ ചെന്നാലും തിരിച്ചു ചോദിച്ചാലോ ഒക്കെ എന്തെങ്കിലുമൊക്കെ
എന്താ പറയാ, വായ തോന്നിയതൊക്കെ വിളിച്ചു പറയും. വേർഡ്സ് ലീവ് എ ലിസ്റ്റനിങ് ഇമ്പാക്ട്. പീപ്പിൾ വേർ forget what you did, but they rarely forget what you said. നിങ്ങൾ ചെയ്തതിനെ ആളുകൾ മറന്നേക്കാം, പക്ഷെ നിങ്ങൾ പറഞ്ഞ വാക്കുകൾ അവർ അപൂർവമായി മാത്രമേ മറക്കൂ. ഞാൻ പറഞ്ഞ മുറിപ്പെടുത്തിയാൽ ആ പിന്നെ പേടിയില്ല, മുറിവാണ്ട് ഉണങ്ങും. പക്ഷെ അത്രയും കഠിനമായ വാക്കുകൾ നമ്മളെ ഹൃദയത്തെ അത്രയും വേദനിപ്പിക്കും. ഒരു കാലത്ത് മറക്കൂല. മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ നമുക്ക് ചികിത്സയാണ് വേണ്ടത്. നിങ്ങൾ ഒരാളെ കാണുമ്പം എന്താ കൊടുക്കല് എല്ലാവരും? ഒന്നുകിൽ അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക, ഒരു ചിരി, ഒന്നും വേണ്ട. നമ്മളൊരാളെ കാണുമ്പോൾ സംസാരിച്ചില്ല ഒരു ചിരിയെങ്കിലും നമുക്ക് മതി. ഉള്ളവരൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ആളുകളെ, നമ്മളോട് ദേഷ്യമുള്ള ആൾക്കാരൊക്കെ വരുമ്പോൾ ചിലപ്പോൾ മൈൻഡ് ചെയ്യില്ല. അല്ലെങ്കിൽ നമ്മളോട് ദേഷ്യത്തിൽ സംസാരിക്കും. അവിടെ ഹൃദയത്തെ എത്രത്തോളം നമ്മള് പിന്നെ എന്താ പറയാ കഠിനമായ വാക്ക് കൊടുക്കാൻ അത്രത്തോളം അവരെ വേദനിപ്പിക്കും, അല്ലെ? ഇപ്പൊ നമ്മളോട് ദേഷ്യമുള്ള ആളുകളെയാണ് നമ്മളവരെ ഒന്ന് എന്താ പറയാ നല്ലൊരു വാക്കോട് കൂടി എന്താ സുഖല്ലേ, വിശേഷം എന്താ, നിങ്ങളെ വിശേഷം എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അവർക്ക് നമ്മളോട് നല്ലൊരു സന്തോഷം നമുക്ക് തോന്നും. നമ്മളോട് എന്തെങ്കിലും ബൈ ചാൻസ് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നമ്മളോട് ഒരു ദേഷ്യം ഉണ്ടായി വെച്ചാൽ, പിന്നെ ഒരാളെ ചിരിച്ചു വരികയാണെങ്കിൽ, ഇപ്പൊ ഞാനിവിടുന്ന് ചിരിച്ച് സംസാരിക്കുന്നത്, എൻ്റെ ഉള്ളിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാവും. ഈ ഗ്രൂപ്പിൽ തന്നെ ഒരുപാട് ആളുകൾ ചിരിച്ച് സംസാരിക്കുന്നവരുണ്ട്. അവരുടെ ഉള്ളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ അവരുടെ വേദന നമുക്കറിയില്ല. അപ്പോൾ അവരോ നമ്മളുമായിട്ട് സംസാരിക്കുമ്പോഴോ അവർക്ക് നല്ല നല്ല വാക്കുകൾ നമ്മൾ കൊടുക്കുക, നല്ല ഉപദേശങ്ങൾ, അത് നല്ല വാക്കുകൾ, നമ്മൾ സ്നേഹമുള്ള വാക്കുകളാണ്. കുറഞ്ഞത് അവനെ തകർക്കുന്ന വാക്ക് പറയാതിരിക്കുക. ഈ ലോകം മരുന്ന് കൊണ്ടൊന്നും മാറൂല, പക്ഷെ നല്ല നല്ല മനുഷ്യരെ വാക്കുകൾ കൊണ്ട് തകർന്ന ഹൃദയത്തെ പിന്നെ സാന്ത്വനിപ്പിക്കാൻ കഴിയും. ഈ വാക്ക് എന്ന് പറയുന്നത്, നാക്കിന് ഏതായാലും എല്ലില്ല. വാക്ക് എന്ന് പറയുമ്പോൾ മനുഷ്യരുടെ തകർക്കാൻ കഴിയും, കൂട്ടിച്ചേർക്കാൻ കഴിയും. നമ്മള് ഈ വാക്ക് ഒരു അക്ഷരമുണ്ട്, നമ്മള് മുത്തുനബിയൊക്കെ പഠിപ്പിച്ചു തന്ന, പേരൻസിന്റെ മുഖത്ത് നോക്കി പോലും നമ്മൾ അത് പറയരുത്. എന്താണ് ആ അക്ഷരം ആർക്കെങ്കിലും അറിയോ? പേരൻസിന്റെ മുഖത്ത് നോക്കി പോലും അങ്ങനെ എന്നാണ് ചേ അതെ. അങ്ങനത്തെ ഒരു അക്ഷരം കൊണ്ടാണ് നമ്മൾ അത്രയും നമ്മളെ പഠിപ്പിച്ചത് നമ്മുടെ ഇസ്ലാം, അല്ലെ? അപ്പം ചിന്തിച്ചു നോക്കൂ നമ്മുടെ വാക്കിന്റെ വില. പിന്നെ നമ്മളൊരു വൈറ്റ് പേപ്പർ പോലാകുക, അവിടെ കുത്തും പുള്ളിയൊന്നും ഇല്ല. ഞാൻ എത്ര വൈറ്റ് പേപ്പർ, എന്താ വൈറ്റ് പേപ്പർ, നല്ല ഭംഗിയല്ലേ കാണാം. ഒരു ചെറിയൊരു കഥ പറയാം. ഒരു ഗുരുവിനെ കാണാൻ രണ്ട് ശിഷ്യന്മാർ വന്നു. ചിലപ്പോൾ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ഈ കഥ കേട്ടോ. ഒരാൾ മറ്റൊരാളെ കുറിച്ച് ദോഷം പറഞ്ഞു. അപ്പൊ ഗുരു എന്ത് ചെയ്തു? ഒരു തൂവലെടുത്ത് പറത്തിച്ചു. എന്നിട്ട് ഈ ദോഷം പറഞ്ഞവനോട് പറഞ്ഞു, അതൊക്കെ പെറുക്കിയെടുത്ത് വന്നു. അപ്പോൾ അവൻ നത്തിങ്, എനിക്ക് കഴിയില്ല. ഇതുപോലെയാണ് വായിന്ന് വിട്ട വാക്കുകളൊന്നും തിരിച്ചു പിടിക്കാൻ കഴിയില്ല. അതേമാതിരി ഒരു പേപ്പർ ചുരുട്ടി നമ്മൾ കൈ പിടിച്ച് ആ ചുരുട്ടി പേപ്പർ ഒന്ന് നിവർത്താൻ കഴിയുമോ? ഇല്ലല്ലോ. അത് എത്ര നിവർത്തിയാലും ആ ചുരുളിന്റെ അടയാളം അവിടെ ഉണ്ടാവും. അതുപോലെയാണ് നമ്മളെ കൈവിട്ട വാക്ക്. മനസ്സിൽ നിന്ന് അവിടെ ഒരു അക്കം പോലെ കൊത്തി നിൽക്കും. മനുഷ്യരെന്ന് പറഞ്ഞാൽ പല വിധത്തിലുള്ള ആളുകളാണ്. നമ്മളെല്ലാവരും ഒരേ സ്വഭാവക്കാരല്ല, എല്ലാവർക്കും അറിയാം. അപ്പൊ അവർക്കനുസരിച്ച് മുന്നോട്ട് പോകണം. നമ്മളെ വീട്ടിലോ അതല്ലെങ്കിൽ നമ്മളെ തൊട്ടടുത്തോ അതല്ലെങ്കിൽ നമ്മളെ ഫാമിലിയിൽ എവിടെയെങ്കിലും ഏറ്റവും പ്രശ്നക്കാരുള്ള ഏറ്റവും കൂടുതൽ ആളുകൾ ചില വീട്ടിലൊക്കെ ഉണ്ടാവും. അടുത്ത വീട്ടിലെ ഓര് വന്നിട്ടുണ്ട്, അവിടെ ഭയങ്കര പ്രശ്നമാണ്, അവിടെ ഭയങ്കര എന്താണ് കലപ്പിലയാണ്, അയാള് വന്നാൽ, അതല്ലെങ്കിൽ പിന്നെ ഈ ഡ്രഗ്സ് ഇതൊക്കെ ഉപയോഗിക്കുന്നവരൊക്കെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കൂലേ, അവർ വന്നാൽ പറയാണ് പിന്നെ എന്താ ചെയ്യുന്നത്, ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ വയ്യ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മറ്റുള്ളവരെയും കൂടി അലസോരപ്പെടുത്തിക്കാണ്ടുള്ള പിന്നെ വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടും മറ്റുള്ളവരെ ബുദ്ധിമുട്ടാക്കിയിട്ടും അങ്ങനെ കള്ളൊക്കെ കുടിച്ചിട്ട് അങ്ങനെ പറയല്ലോ നമ്മള്. അവരൊക്കെ അവരെ വായിൽ നിന്ന് എന്താ വരുന്നത്? പക്ഷെ അവരുടെ മനസ്സ് വേറെ എവിടെയാണ്, അവരുടെ സമനില തെറ്റിയിട്ടാണ് അവരിത് ചെയ്യുന്നത്. പക്ഷെ അവിടെയും നമ്മൾ എന്ത് ചെയ്യുക? നമ്മളൊന്ന് പിന്നെ സാന്ത്വനങ്ങൾ കൊടുക്കുക. അല്ലാതെ നമ്മൾക്കൊന്നും അവിടെ
എന്താ പറയാ അവരെ പോയി കണ്ട് അടിക്കാനോ കുത്താനോ അവരോട് കുറച്ച് ചീത്ത പറയാനോ എന്ന് വെച്ചാൽ നമ്മളെന്താ പോയി അവർ ചീത്ത പറയുന്നത് മിണ്ടാതിരിക്കുക ഞങ്ങൾക്കവിടെ ജീവിക്കേണ്ട അല്ലെങ്കിൽ പോലീസ് കേസ് കൊടുക്കുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെ ഇവിടെ അടുത്തുനിന്നൊക്കെ ഒരു പാർട്ടി ഞങ്ങൾ ഇവിടുന്ന് വിറ്റുപോയതുണ്ട്. ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അയൽവക്കക്കാർക്കൊക്കെ ബുദ്ധിമുട്ടായിട്ട്. അപ്പോൾ അവിടെയൊക്കെ എന്താ നമ്മൾ കുറെ സാന്ത്വനങ്ങൾ കൊടുത്തിട്ടും കാര്യമില്ല. അവര് ചെയ്യുന്നത് അതേ ചെയ്യുള്ളൂ എത്ര എങ്ങനെയായാലും. ഇവിടൊക്കെ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ വാക്കുകളാണ്. നമ്മളെപ്പോഴും വായ തുറന്നാൽ നമുക്ക് വാക്കാണ് വരുന്നത്. സംസാരിക്കാൻ കഴിവില്ലാത്തവന് വാക്കുകളില്ലാതെ ഇരിക്കുള്ളൂ. എന്നാലും അവൻ കൈക്കൊണ്ട് എഴുതും. വാക്കുകൾക്ക് അത്രയും ശക്തി ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. മനസ്സിൽ ചിന്തിച്ച ശേഷം മാത്രം സംസാരിക്കുക. നമ്മൾ ചിന്തയില്ലാതെ സംസാരിച്ചിട്ടാണ് തെറ്റായ വാക്കുകളൊക്കെ ഉണ്ടായിട്ട് നമുക്ക് വലിയ നാശം വരുന്നത്. വാളിന്റെ മുറിവിൽ ഒരിക്കലൊക്കെ സുഖപ്പെടും, പക്ഷെ മനുഷ്യൻ പറഞ്ഞ വാക്കുകൾ ഒരിക്കലും സുഖപ്പെടില്ല. അപ്പൊ ഇന്ന് ഇവിടുന്ന് പോകുമ്പോ ഒരു തീരുമാനം എടുക്കുക. ഇന്നലെ മറ്റേ അൻസാർ സാർ പറഞ്ഞ മാതിരി എന്റെ വാക്കുകൾ ആരുടെയും മുറിവാകരുത്, ഇതൊരാളുടെ ജീവിതത്തിൽ ചികിത്സയാവണം. അത് കേട്ടില്ലേ? നമ്മളെ ആരോടെങ്കിലും പറയുമ്പോൾ വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കുക. സ്നേഹത്തോടെ പറയുന്ന വാക്കുകൾക്ക് ജീവൻ ഉണ്ടാവും. കയ്യിലൊന്നും ഇല്ലെങ്കിൽ നമ്മളെ അറിയില്ലേ, നല്ലൊരു സംസാരം, നമുക്കൊന്നും കൊടുക്കണ്ട അവർക്ക്, നല്ലൊരു സംസാരം അല്ലെങ്കിൽ ഹൃദയത്തിൽ ഒരു കരുണ ഉണ്ടാക്കുക. അവൻ കരുണയുള്ളവനാണ്, അവൻ സ്നേഹമുള്ളവനാണ് എന്ന് പറയാം. അതാർക്കും അത് ചില ടൈമിലൊക്കെ നമ്മൾ ബുദ്ധിമോശം കൊണ്ടൊക്കെ പറഞ്ഞു പോകും, നമ്മളെ അവസ്ഥ അങ്ങനെ ആണെങ്കിൽ. പക്ഷെ അവിടെയും നമ്മൾ എന്താ പറയാ, ചിന്തിക്കുക. സംസാരിക്കുന്നത് നമ്മൾ ചിന്തിക്കുക, ചിന്ത വരിക. പെട്ടെന്ന് ചാടി കയറി ആരും ദേഷ്യം കൊണ്ട് സംസാരിക്കും. ആ ദേഷ്യത്തെ നമ്മൾ പിടിച്ചമർത്തി നമുക്ക് ചിന്തിക്കണം. എന്നിട്ട് വിചാരിക്കണം മനസ്സിൽ, പക്ഷെ ഞാൻ എന്താ പറയാൻ പോണത് എന്ന് ചിന്ത വന്നാല് അവിടെ നമ്മള് സംസാരത്തിൽ നമുക്ക് വിനയം വരും, അല്ലെങ്കിൽ കരുണ വരും. എന്നാൽ ജീവിതം നമുക്ക് നല്ല നിലയിൽ മുന്നോട്ട് പോകും. അല്ലെങ്കിൽ എന്ന് പ്രശ്നങ്ങളും കുത്തുവാക്കുകളും മുറിവേൽപ്പിക്കുന്ന വാക്കുകളും ഒക്കെ പറഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ മുന്നോട്ട് പോകാൻ വളരെ തയ്യാറാണ്. ജീവിതത്തിൽ ഒരു മുന്നോട്ട് ഒരു ഐക്യവും നമുക്കുണ്ടാവില്ല. ചില കുടുംബത്തില് ചില ആളുകളുടെ ജീവിതത്തിലൊക്കെ നമ്മൾക്ക് കാണാം, വാക്കിനാൽ മുറിഞ്ഞ വേദനയോട് കൂടിയ ഹൃദയത്തിൽ ജീവിക്കുന്നവര്. അതേമാതിരി ചില ആളുകളുടെ സ്വഭാവം, ഇവരൊക്കെ നേരെ ജീവിതം മുന്നോട്ട് പോവാൻ ഒരുപാട് പ്രശ്നങ്ങൾ തരണം ചെയ്യണം. കാരണം വെച്ചാൽ അവര് പറഞ്ഞ ഓരോ വ്യക്തിയോട് അവർ പറഞ്ഞ വാക്കുകളും ഒരിക്കലും ക്ഷമിക്കാൻ കഴിയാത്ത വാക്കുകളാണ് ഒരു വ്യക്തി ഒരാളോട് ആ പറഞ്ഞ ആളുടെ ജീവിതത്തെ നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കണ്ടേ. അവരുടെ ജീവിതത്തിൽ ഒരിക്കലും ഐക്യം ഉണ്ടാവും. ഏത് മനുഷ്യനോട് നല്ലൊരു വാക്ക് പറയാതെ എന്തെങ്കിലുമൊക്കെ വായ തോന്നി വിളിച്ചു പറഞ്ഞിട്ട് അവരുടെ ജീവിതത്തിന്റെ ബാക്കോട്ടും തിരിഞ്ഞു നോക്കിയാൽ അവരുടെ ജീവിതം മുന്നോട്ടൊന്നും പോവില്ല. അവരുടെ കാര്യമൊന്നും നോക്കൂല, മറ്റുള്ളവരുടെ കാര്യങ്ങളും നോക്കി അവരെ കുത്തി പറയാൻ അവർക്ക് സമയം ഉണ്ടാവും. അവരുടെ ജീവിതം അങ്ങനെ പോകും. ഞാനും നിങ്ങളും ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഒരു വാക്ക് അൻസാർ സാർ പറഞ്ഞ മാതിരി ആരുടെയും മുറിവാകാതിരിക്കുക, നമ്മളെ ജീവിതത്തിൽ ചികിത്സ ഉണ്ടാക്കുക, അവർക്ക് നല്ലൊരു സാന്ത്വന വാക്ക് കൊടുക്കുക, ഇനി അല്ലെങ്കിൽ പുഞ്ചിരിയെങ്കിലും നൽകുക. പിന്നെ എല്ലാ മനുഷ്യനും പോരായ്മകളൊക്കെ ഉണ്ടാവും. ആ പോരായ്മകളും നമ്മൾ കളിയാക്കാനോ ചിരിക്കാനോ ഉണ്ടാവും. നമുക്കതിൽ വലിയ പോരായ്മകൾ വരാം. അതുകൊണ്ട് എല്ലാരും എന്ത് ചെയ്യാം, മനസ്സിനെ ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ, അതല്ല നല്ല ഹൃദയത്തെ ആശ്വസിപ്പിക്കാൻ കഴിയുന്ന വാക്കുകൾ എടുക്കുക. ക്ഷീണിച്ച മനസ്സിനൊക്കെ പ്രത്യാശ നൽകുക. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ ക്ലാസ് അവസാനിക്കും. സമയമായിട്ട് എല്ലാവർക്കും എൻ്റെ നന്ദി. ക്ലാസ്സിൽ പിന്നെ ഇൻവൈറ്റ് ചെയ്ത ഈ അണിയറ പ്രവർത്തകർക്കും വിമ്പിളിനും എൻ്റെ പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു. Good morning, ma'am. ആർക്കും ഗുഡ് മോർണിംഗ്. Ma'am, good morning all.
നല്ലൊരു വാട്ട് സേ വേർഡ്സിന്റെ ഇമ്പോർട്ടൻസ്, നമ്മൾ എങ്ങനെയാണ് സംസാരിക്കുന്നത്, ബാക്കിയുള്ളവരിനെ ഹേർട്ട് ചെയ്യാൻ വേണ്ടി നല്ല നല്ല പ്രൊവേർബ്സ് ആണ് മാം അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് പറഞ്ഞത്. എപ്പോഴും നമ്മളുടെ വേർഡ്സ് ഒരാളിനെ ഹേർട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ്. നമ്മൾ എപ്പോഴും കോൺഷ്യസ് ആയിരിക്കണം നമ്മൾ സംസാരിക്കുമ്പോൾ. കഴിയുന്നതും അങ്ങനെ നമ്മളുടെ ഒരു മൈൻഡ് സെറ്റ് മാറുമ്പോൾ നമ്മൾ കഴിയുന്നതും മാം പറഞ്ഞ മാതിരി സൈലന്റ് ആയിട്ടിരിക്കുക. സൈലൻസ് ഈസ് ബെറ്റർ ദാൻ വേർഡ്സ് എന്നുള്ള ചില സമയത്ത്. പിന്നെ ഇംഗ്ലീഷിലെ വേറെ ഒരു വേർഡ് സൈലന്റ് മാം ഈസ് ഗോൾഡ്. പറഞ്ഞു. സൈലന്റ് മാം ഈസ് പറഞ്ഞു. യെസ് മാം. സൈലന്റ് ഈസ് ഗോൾഡ്. സൈലൻസ് ഇസ് ഗോൾഡും പറയുന്ന മാതിരി അതേ രീതിയിൽ ഇത് വേർഡ്സ് ആർ ഷാർപ്പർ ദൻ സോഡ് അങ്ങനെയൊക്കെ ടേംസ് പറയുന്നതിൽ ഒരുപാട് ഉള്ളാർത്ഥമുണ്ട്. അതുകൊണ്ട് കഴിയുന്നതും നമ്മൾ ഒരാള് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് നമ്മള് ടീച്ചർ പ്രൊഫഷനിലുള്ളവര് നമ്മളെ കുട്ടികള് കഴിയുന്നതും നമ്മുടെ വേർഡ്സ് വളരെ നല്ല രീതിയിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ കുട്ടികളുടെ അടുത്ത് ഏത് ടീച്ചറാണ് ഇഷ്ടം ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ പറയുന്നത് ഏത് ടീച്ചറാണ് നല്ല രീതിയിൽ വർത്തമാനം പറയുക, അവരുടെ കൂടെ എത്ര നല്ല ഫ്രണ്ട്ലി ആയിട്ടിരിക്കുക, അവരിനെയാണ് ഇഷ്ടപ്പെടുക. അത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ആ കുട്ടികൾ തന്നെ പഠിച്ചോളും. അതേ രീതിയിലെ പേരൻസും അങ്ങനെയാണ്. പക്ഷെ പേരൻസ് ചിലപ്പോ ജീവിതത്തിന്റെ സാഹചര്യത്തിന്റെ ഇടയിൽ കുട്ടികളുടെ അടുത്ത് കുറച്ച് ഹാർഷായിട്ടോ അല്ലെങ്കിൽ കറക്ഷൻസ് മെത്തേഡ്സിൽ കുറച്ച് വേർഡ്സ് റൂഡായി പോവാൻ സാധ്യതയുണ്ട്. ബട്ട് സ്റ്റിൽ മാമിന്റെ ഈ ഒരു സെഷൻ കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ എല്ലാവരും കഴിയുന്നതും നല്ല വേർഡ്സ് യൂസ് ചെയ്യുക, ആരെയും ഹേർട്ട് ചെയ്യാതിരിക്കുക, സോ ദാറ്റ് ഒരാളുടെ മനസ്സ് വേദനിപ്പിക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. ദോ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ബിക്കോസ് മെന്റലി നമ്മൾ നോർമൽ ആണെങ്കിലേ നമുക്ക് ഈ മാതിരി വേർഡ്സ് യൂസ് ചെയ്തിട്ട് സംസാരിക്കാൻ പറ്റും. ആ സ്റ്റോറിയും നന്നായിരുന്നു മാം. വെരി ഗുഡ് സെഷൻ, വെരി ഇൻഫോർമേറ്റീവ്. നമ്മൾ എല്ലാവരും ഇന്ന് തൊട്ടിട്ട് വളരെ കെയർഫുൾ ആയിട്ട് സംസാരിക്കാൻ, നമ്മുടെ വേർഡ്സിനെ കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. താങ്ക് യു ഫോസിയ മാം. താങ്ക് യു ഓൾ. താങ്ക് യു. ഞാനൊക്കെ ഫീഡ്ബാക്ക് ഉള്ളത് ആദ്യമായിട്ടെടുത്ത ക്ലാസ് ആണ്, കുറെ എറർ ഉണ്ടാവും. ഗുഡ് മോർണിംഗ് മാം. മോർണിംഗ്. വളരെ നല്ല സെഷൻ ആയിരുന്നു. എനിക്ക് തോന്നുന്നത് വീഡിയോ ഒക്കെ ഒന്ന് ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ കോൺഫിഡൻസ് കൂടിയായിരുന്നു. അതെ, അതൊക്കെ ഫസ്റ്റ് അപ്പൊ സ്റ്റാർട്ടിങ് അടുത്ത ക്ലാസ്സിന് ഒന്നും കൂടെ കോൺഫിഡൻസ് കൂടും. ഇൻഷാല്ലാ. എന്തായാലും വളരെ നല്ല സെഷൻ ആയിരുന്നു. നല്ല ക്ലാസ്. ആ. വാവിട്ട വാക്ക് കൈവിട്ട ആയുധന്നല്ലേ. അതെ, അതേ പറയാൻ മറന്നുപോയി. എന്തായാലും ഒരുപാട് അർത്ഥങ്ങള് വന്നണല്ലോ അല്ലെ. ഉണ്ട്. അതെ, എന്തായാലും നല്ലൊരു ഉണർവ്. താങ്ക് യു മാം. അൻസാർ സാറുടെ ക്ലാസ് മിസ്സായിട്ടാ. ഞാൻ ഇതിന്റെ ഇടയിൽ തന്നെ പറയണേ, ഞാൻ മിസ്സായി പോയി. ഞാൻ ഡെഫിനറ്റ്ലി റെക്കോർഡിംഗ് കേട്ടിട്ട് ഫീഡ്ബാക്ക് പറയാം സർ. താങ്ക് യു. Good morning, ma'am. ഗുഡ് മോർണിംഗ് സാറല്ലേ. എവിടെ, മലപ്പുറത്ത് എവിടെയാണ് മാം? ഇത് കൊണ്ടോട്ടിക്കടുത്ത്. ഓക്കെ. നല്ല സെഷൻ ആയിരുന്നു. സാറ് മലപ്പുറത്താണോ? അതെ, പെരിന്തൽമണ്ണ. അതെ. നല്ല സെഷൻ ആയിരുന്നു. പലപ്പോഴും ഈ റിലേഷൻസ് ഒക്കെ മോശമാക്കുന്നതും നല്ലാക്കുന്നതും രണ്ടാക്കുന്നതും നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ തന്നെയാണ്. ഒരു ഓർമ്മപ്പെടുത്തലാണ് അല്ലെ നമ്മള് സംസാരത്തില് ശ്രദ്ധ പാലിക്കുക എന്നുള്ളത്. ഏത് രീതിയിലേക്കും കൊണ്ടുപോകാൻ പറ്റും. അതെ, അപ്പം നല്ല ടോപ്പിക് ആയിരുന്നു. നന്നായിട്ട് തന്നെ പ്രസന്റ് ചെയ്തു. അടുത്ത ക്ലാസ്സിൽ വീഡിയോ ഒക്കെ ഓൺ ആക്കിയിട്ട് വരിക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഹലോ ഫൗസിയ മാം, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം. നല്ലൊരു സെഷൻ ആയിരുന്നു. വാക്കുകളുടെ പ്രാധാന്യം. നമ്മള് പൊതുവെ നമുക്കൊക്കെ മനുഷ്യന്മാരാണ്. അപ്പം നമ്മൾ പല ഇമോഷൻസ് ഇപ്പം
നമുക്ക് ചിലപ്പോൾ ഒരു ദേഷ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്ന രീതി പലതായിരിക്കും. നമ്മുടെ വാക്കുകൾ മോശപ്പെട്ട വാക്കുകൾ സംസാരിക്കാൻ നോക്കും. കാരണം നമ്മൾ അതിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് ശബ്ദം ഉയർത്തി മോശപ്പെട്ട വാക്കുകൾ സംസാരിക്കുന്നത്. കാര്യം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഹെർട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്കൊരു ആ ഒരു സമയത്ത് നമുക്കൊരു ഇമോഷണലി ഒരു സന്തോഷം അല്ലെങ്കിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളോട് ദേഷ്യം മോശപ്പെട്ട വാക്കുകൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ അത് നമ്മൾ സാധാരണ പറയാറുണ്ട്, നമ്മൾ എന്തെങ്കിലും പറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നുള്ളത്. അപ്പൊ അതേപോലെ നമ്മൾ ഏതൊരു സിറ്റുവേഷനിലും നമ്മൾ ആരോടായാലും നമ്മൾ സംസാരിക്കുന്ന വാക്കുകൾ സൂക്ഷിച്ചു വേണം സംസാരിക്കാൻ എന്നുള്ളത് ഏറ്റവും വലിയ ഒരു കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ മാം ഓരോ ടോപ്പിക് എടുത്തിട്ട് ഞാൻ അതിന് ഊന്നി പറഞ്ഞിട്ടുണ്ട്. വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു. പിന്നെ ഫസ്റ്റ് സെഷൻ ആയതുകൊണ്ടായിരിക്കാം വീഡിയോ ഒക്കെ ഓഫ് ആക്കിയിട്ട് മാഡം വന്നത്. നെക്സ്റ്റ് ഡേയിൽ നല്ല രീതിയിൽ വീഡിയോ ഒക്കെ ഓപ്പൺ ആയിട്ട് ഈ ടോപ്പിക് തന്നെ അവതരിപ്പിക്കുമ്പം നമുക്കത് കൂടുതൽ ക്യാച്ച് ചെയ്യാൻ പറ്റുകയും ചെയ്യും. എല്ലാരും ഫീഡ്ബാക്ക് പറഞ്ഞെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം. സജന മാം നേരത്തെ ലീവായി, മാമിന് ട്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം എല്ലാരും അഭിപ്രായങ്ങൾ ഗ്രൂപ്പിൽ അറിയിക്കുക. അപ്പൊ കൂടുതൽ സെഷനുകളുമായിട്ട് മാം വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്സ് അഗൈൻ. താങ്ക് യു ആൾ.